നമസ്കാരം. താരങ്ങളുടെ മക്കളും സിനിമയിൽ വന്നു കാണാൻ ആഗ്രഹിക്കുന്ന അനേകം ആരാധകരുണ്ട്. ഒന്ന് വന്നു കിട്ടിയാൽ പിന്നെ അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ആണോ അവരുടെ അഭിനയമെന്നും മറ്റും കാണാനുള്ള കൗതുകമാകും ഇതിന് പിന്നിലെ പ്രധാന കാരണം. നടൻ ദിലീപും നടൻ സലീംകുമാറും അടുത്ത സുഹൃത്തുക്കളാണ്. ഇരുവരുടെയും മക്കളും സിനിമയിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്തായാലും സലീംകുമാറിന്റെ മകൻ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞു. നടൻ ദിലീപിന്റെ മൂത്ത പുത്രി മീനാക്ഷി ദിലീപിന്റെ കാര്യത്തിലും ഇങ്ങനെയൊരു ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സലീംകുമാറും ദിലീപും അടുത്ത സുഹൃത്തുക്കളാണ്. എന്തായാലും ഇരുവരുടെയും മക്കളും അതുപോലെ സിനിമയിലേക്ക് എത്തുമെന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളാകുമെന്നും ഉറപ്പാണ്. നടൻ ദിലീപിന്റെ മൂത്ത പുത്രി മീനാക്ഷി ദിലീപിന്റെ കാര്യത്തിലും സിനിമയിലേക്ക് എത്തുമോ എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നടൻ സലീംകുമാറിന്റെ മൂത്ത മകൻ ചന്തു സിനിമയിൽ എത്തിയതും മീനാക്ഷിയും അതേ പാതിൽ സിനിമയിൽ വരുമോ എന്ന ചോദ്യം പ്രസക്തമാകാൻ ഒരുങ്ങുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ചന്തു അതിനുശേഷം LLB പഠനത്തിൽ താല്പര്യം കാട്ടുകയായിരുന്നു. അതിനിടയിലേക്കായിരുന്നു സിനിമയിലേക്കുള്ള ക്ഷണമുണ്ടായിരുന്നത്. എന്നാൽ മീനാക്ഷി സിനിമയിൽ ഇല്ലെന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. മീനുട്ടി എന്ന ഓമനപ്പേര് വിളിക്കുന്ന മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഞൊടിയിടയിലാണ് വൈറലായി മാറുക. തങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം അതേപടി മക്കൾക്കും പകർന്നു കിട്ടിയതിൽ സന്തോഷം മാത്രമെന്ന് ദിലീപും പറയാറുണ്ട്. അതൊരു ഭാഗ്യമായി ദിലീപ് കണക്കാക്കുന്നു. മകൾ പഠിച്ച് ഡോക്ടറാവണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പിതാവ് ദിലീപിന്. മലയാള സിനിമയിലെ താരപുത്രന്മാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട്. അതിലൊരാൾ നടൻ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയാണ്. മീനാക്ഷി MBBS കഴിഞ്ഞ് നിൽക്കുകയാണ്. ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി MBBS പഠിച്ച് ബിരുദം നേടിയത്. ഡോക്ടർ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തിരക്കുകളും അവസാനിച്ചതോടെ മീനാക്ഷി മോഡലിംഗിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. മറ്റാർക്കും വേണ്ടിയല്ല, കാവ്യയുടെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡിന് വേണ്ടിയായിരുന്നു താരപുത്രി മോഡലായത്. സാരി, ധാവണി, സൽവാറുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷനാണ് ലക്ഷ്യയിലുള്ളത്. ധാവണികൾക്കാണ് മീനാക്ഷി മോഡലായത്. പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ മീനാക്ഷിയും കാവ്യയും മഹാലക്ഷ്മിയും എപ്പോഴും ധരിക്കാറുള്ളത് ലക്ഷ്യയുടെ ഡിസൈനർ വെയറുകളാണ്. മകൾ മോഡലിംഗിലേക്ക് ഇറങ്ങിയത് മഞ്ജുവിനും ഇഷ്ടപ്പെട്ടു. ആദ്യം ലൈക്കുമായി എത്തിയത് മഞ്ജു ആയിരുന്നു. മീനാക്ഷി മോഡലിംഗിൽ കൂടി എത്തിയതോടെ മീനാക്ഷി ഇനി സിനിമയിലേക്ക് എന്നാണ് വരിക എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. എന്തായാലും നടൻ സലീംകുമാറിന്റെ പിന്നാലെ മകൻ ചന്തുവും അഭിനയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പിതാവിന്റെ തന്നെ ചെറുപ്പകാലമാണ് ചന്തു ആദ്യം അവതരിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ ചന്തുവിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന പുതിയ സിനിമയിലും ചന്തു അഭിനയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ലൊക്കേഷനിലെത്തിയ മമ്മൂട്ടിയുടെ കൂടെയുള്ള ചന്തുവിന്റെ ഫോട്ടോസും പുറത്തു വന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചിലർ ചന്തുവിനെ വളരെ മോശക്കാരനാക്കിക്കൊണ്ടുള്ള കമന്റുമായും എത്തിയിരുന്നു. തന്നെക്കുറിച്ച് മോശമായി സംസാരിച്ച ആൾക്ക് ചന്തു മറുപടി കൊടുത്തിരുന്നു. ഒപ്പം താരത്തിന് പിന്തുണ നൽകി ആരാധകരും എത്തിയിരുന്നു. പുറകിലിരിക്കുന്ന സലീംകുമാറിന്റെ മകൻ മരപ്പാഴിനെ ഇപ്പോൾ പല പടങ്ങളിലും പിടിച്ച് തിരികെ വയ്ക്കുന്നുണ്ട് എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇതിന് താഴെ ഓക്കേടാ എന്ന കമന്റുമായി എത്തിയിരിക്കുകയാണ് ചന്തു. കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ അതിട്ട് അർജുൻ എന്നയാളെ വിമർശിക്കുകയും ചന്തുവിന് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും മാമുക്കോയുടെയും തിലകന്റെയും ഇരുവരുടെയും മക്കൾക്ക് ആവാമെങ്കിൽ സലീംകുമാറിന്റെ മകന് എന്താ പ്രശ്നം? ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്ന ഒരച്ഛന്റെ മകനാണ്. സലീംകുമാറിനെയും ചെറുപ്പത്തിൽ നാട്ടിലെ പലരും പരിഹസിച്ചിട്ടുണ്ട്. അതിനുള്ള പതുര പ്രതികാരം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. തീർച്ചയായും അവരും മലയാള സിനിമയിൽ മികച്ചവരിൽ ഒരാളാവും. സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്ത് ഏറ്റവും പഴിക്കേട്ട ഒരാൾ ഉണ്ട്. അയാളുടെ പേര് ഫഹദ് ഫാസിൽ എന്നാണ്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 നടനാണ് അയാൾ. ഇതൊക്കെ എല്ലാവരും ഓർത്താൽ നന്ന് എന്നിങ്ങനെ ഫഹദിന്റെ അനുഭവം കൂടി മുൻനിർത്തിയാണ് ചിലർ കമന്റ് ഇടുന്നത്. അതേസമയം വിമർശകൻ കറക്റ്റാണ് പറഞ്ഞത്. അർജുൻ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ ഒരു മരപ്പാൾ അല്ലാത്തത് കൊണ്ടും സലീംകുമാർ എന്ന വ്യക്തിയെക്കാളും ഉയർന്ന നിലയിലുള്ള ആളാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആയതുകൊണ്ടും 4 ആൾ അറിയുന്ന കുടുംബമായതുകൊണ്ടും മിസ്റ്റർ ചന്തു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നാളെ മുതൽ നന്നാവാൻ തീരുമാനിക്കണം. ഗുരുകുല സമ്പ്രദായ പ്രകാരം ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകണം. എങ്ങനെ നന്നാവാം, മരപ്പാഴല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നൊക്കെ ഇദ്ദേഹം കാണിച്ചു മനസ്സിലാക്കി പഠിപ്പിച്ചു തരും. ഇദ്ദേഹത്തിന്റെ അത്രയും ഉയർന്നു വന്നില്ലെങ്കിലും കുറച്ചൊക്കെ അയാൾ സഹായിച്ചു സമൂഹത്തിൽ ഉയർത്തി മലയാളികൾ അദ്ദേഹത്തെ അറിയുന്ന പോലെ ഏകദേശമൊക്കെ ആക്കി തരും എന്നാണ് ഒരാൾ പരിഹാസ രൂപേണ കമന്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് തക്ക മറുപടിയുമായി നിരവധി പേരാണ് എത്തുന്നത്. ചന്തുവിനെ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചാണ് കമന്റുകൾ വരുന്നത്. വിമർശകരും അസൂയുള്ളവരും എന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. മാത്രമല്ല ചന്തുവിന് നിരവധി പ്രോത്സാഹനമാണ് ആരാധകർ നൽകുന്നത്.